എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന പ്രധാനപ്പെട്ട നോട്ടുകൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഉറപ്പായും PSC ഈ ചോദ്യം ചോദിച്ചിരിക്കുമെന്നുള്ളത് അല്ലേ? ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് ചെയർപേഴ്സൺ എത്രാമത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 9ാമത് ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രാഹത്കർ. മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. ഇപ്പോൾ അവർ വിജയ കിഷോർ രാഹത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് സ്ഥാനമേറ്റു. അടുത്ത ചോദ്യം, സുസ്ഥിര വികസനത്തിനായുള്ള UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ സുസ്ഥിര വികസനം എല്ലാവർക്കും അറിയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 17 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകരാജ്യങ്ങൾ അല്ലേ UN ആഭിമുഖ്യത്തിൽ ഒരു ഉടമ്പടി എന്ന പോലെ തന്നെ അജണ്ട 2030 അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 ലക്ഷ്യങ്ങളാണുള്ളത്. പത്രത്തിൽ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷന് അവാർഡ് ലഭിച്ചു. 2024 COP29 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അസർബൈജാനാണ്. അസർബൈജാൻ ഒരു ഏഷ്യൻ രാജ്യമാണ്. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലാണ് UN കാലാവസ്ഥ ഉച്ചകോടി UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2024 നടന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അതിൽ അടങ്ങിയിരിക്കുന്ന അംഗങ്ങളുടെ 29ാമത് എഡിഷൻ സമ്മേളനമാണ് എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. 2024 COP26 UN ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് കാലി, കൊളംബിയ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ കാലി എന്ന് പറയുന്ന സ്ഥലത്താണ് UN ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും PSC പ്രധാനമായിട്ടും എടുത്ത് ചോദിച്ചിരിക്കും. UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബാക്കു, അസർബൈജാന്റെ തലസ്ഥാനം. UN ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യ സമ്മേളനം അഥവാ ഉച്ചകോടി നടന്നിരിക്കുന്നത് കാലി, കൊളംബിയ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ എത്രാമത് ജന്മദിനമാണ് 2024 ആഘോഷിച്ചത് എന്നുള്ളതാണ്, ആചരിച്ചത്? 101ാമത്തെ പിറന്നാളാണ് അദ്ദേഹം ആഘോഷിച്ചിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിയേ. 2024 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ, അത് IIT ഗുവാഹത്തിയിൽ വെച്ചാണ്. ഗുവാഹത്തി, അസാം. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിട്ട് അധികാരമേറ്റത് പ്രബാവോ സുബിയാന്തോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ മറ്റൊരു ആസിയാൻ രാജ്യമാണ്. ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ, 10 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. അതിലുള്ളതാണ് ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നിവ. ഇപ്പോൾ വിയറ്റ്നാമിൽ കഴിഞ്ഞ 18 മാസത്തിനിടയിൽ 4 പേരാണ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചത്. ഓക്കെ, അപ്പോൾ വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത് ജനറൽ ലുവോങ് കുവോങ് ആണ്. വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം കൂടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നത് അവിടുത്തെ പട്ടാള മേധാവിയായ ലുവോങ് കുവോങ് ആണ്. 2024 ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈജിപ്തിനെയാണ്. അപ്പോൾ ആ ഒരു ഈസ്റ്റ് മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളായ UAE, അതുപോലെ തന്നെ മൊറോക്കോ, അതിനുശേഷം 3ാമതായിട്ട് ഈജിപ്തിൽ ഈ പറയുന്ന മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക ആരോഗ്യ സംഘടന. ഒരു 100 വർഷത്തെ അവരുടെ പ്രവർത്തന
പരിചയം വഴി നേടിയെടുത്തതാണ് എന്ന ഒരു ഖ്യാതിയോടുകൂടി, ആ ഒരു പ്രശംസയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പദവി, മലേറിയ ഫ്രീ നേഷൻ എന്ന പദവി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈജിപ്തിന് സമ്മാനിച്ചിരിക്കുന്നത്. റവന്യൂ അതുപോലെ രജിസ്ട്രേഷൻ സർവേ വകുപ്പിലെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ വെബ്സൈറ്റ് അഥവാ പോർട്ടലാണ് എൻ്റെ ഭൂമി. പാംപേ എന്ന പുത്തൻ പണമിടപാട് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ചൈനയാണ്. ഓക്കെ, സോ പാംപേ എന്ന പുത്തൻ പണമിടപാട് സംവിധാനം, നമുക്ക് UPI എന്ന് പറയുന്ന പണമിടപാട് സംവിധാനം എന്നതുപോലെ ചൈനയ്ക്ക് പാംപേ എന്ന് പറയുന്ന പണമിടപാട് സംവിധാനം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ UPI അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പണമിടപാട് സംവിധാനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ഒരു പേയ്മെൻറ്റ് സംവിധാനമാണ് UPI അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും മൊബൈൽ വഴി UPI ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് UPI സർക്കിൾ എന്ന പുതിയ സംവിധാനവും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2024 9ാമത് വനിതാ 2020 ലോകകപ്പ് ജേതാക്കളാണ്. അപ്പോൾ 2024 നടന്നിരിക്കുന്ന വനിതാ 2020 ലോകകപ്പ് 9ാമത്തെ എഡിഷനാണ്. അതിൽ ജേതാക്കളായത് ന്യൂസിലാൻഡ്. ഫൈനലിൽ അവർ സൗത്ത് ആഫ്രിക്കയാണ് തോൽപ്പിച്ചത്. മികച്ച താരമെന്ന് പറയുന്നത് ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെയർ ആണ്. ഫൈനലിലും മികച്ച താരമാണ്, ടൂർണമെൻറ്റിലെ മികച്ച താരമാണ്. വേദി വന്നിട്ട് UAE. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുന്നേ ഉള്ള ഞാൻ നോട്ടൊക്കെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ടെലഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതായത് ഏഷ്യൻ മേഖലയിൽ നടന്ന വനിതാ 2020 ഏഷ്യ കപ്പ് അല്ലെ, വനിത 2024 നടന്ന വനിതാ 2020 ഏഷ്യ കപ്പ് നേടിയിരിക്കുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ വച്ച് നടന്ന മത്സരത്തിൽ ശ്രീലങ്ക ഇന്ത്യയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് 2024 നടന്ന വനിതാ 2020 ലോകകപ്പ് ഇന്ത്യ സെമിയിൽ പോലും എത്തിയിട്ടില്ല. ഓക്കെ, സോ ഈ പറയുന്ന ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് കപ്പടിച്ചു. 2026 വനിതാ 2020 ലോകകപ്പ് വേദി. ഇനി അടുത്ത വനിതാ 2020 ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലാണ്. സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഇതൊരു വലിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗവേണൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്, ഡിജിറ്റലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഈ പറയുന്ന ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATMൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവിടെയുള്ള സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ട് സ്വന്തമായിട്ട് പരിശോധിക്കാം. മാത്രമല്ല ഈ പ്രമേഹ രോഗികൾക്കും അല്ലെങ്കിൽ ഈ പ്രമേഹ രോഗികൾക്ക് അവരുടെ കയ്യിൽ ഒരു സൂചി കൊണ്ട് ഒരു കുത്തി ബ്ലഡ് പറയുന്ന ഒരു പോയിന്റിലേക്ക് വെച്ചു കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കും. ഹാർട്ട് പേഷ്യൻസിന് ഈ പറയുന്ന ECGയുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ ലഭിക്കും. മാത്രമല്ല വീഡിയോ കോൺഫറൻസിങ് വഴി ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുവാനും റിപ്പോർട്ടുകൾ നേരിട്ട് ഈ ഒരു ATM വഴി ലഭിക്കുവാനൊക്കെയുള്ള ഒരു നൂതന സംവിധാനമാണ് ക്ലിനിക് ഓൺ ക്ലൗഡ് എന്ന ഹെൽത്ത് ATM വഴി മഹാരാഷ്ട്ര കൊണ്ടുവന്നിട്ടുള്ളത്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ധന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് ഖത്തറാണ്. ഖത്തർ, ധന എന്ന് പറഞ്ഞാൽ ഔദാര്യം എന്ന അർത്ഥത്തോടു കൂടിയാണ്. 2024 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. ഒലാഫ് ഷോൾസ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തെ ഈ രാജ്യത്തെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആസിഫ് അലിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് മാറിയിരിക്കുന്നത് എറണാകുളമാണ്. കോർപ്പറേഷനായിട്ട് മാറിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലെ സാഹിത്യ നഗരമെന്ന ഖ്യാതി യുനെസ്കോയിൽ നിന്ന് മേടിച്ചെടുത്ത നഗരം കൂടിയാണ് കോഴിക്കോട്. അതിനുള്ള ആദരവ് ഈ പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ ലഭിച്ചിട്ടുണ്ട്. ആദ്യ വാർഡ് ഏതെന്ന് ചോദിച്ചാൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത വാർഡ് ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടുള്ള ചെലവൂരാണ്.
കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം. അംബാസഡർ ആസിഫ് അലി. അടുത്തതായിട്ട് 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് സിംബാബ്വെയാണ്. 344 റൺസ് ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയക്കെതിരെയാണ്. നേപ്പാളിന്റെയും ഇന്ത്യയുടെയും ഒക്കെ റെക്കോർഡാണ് സിംബാബ്വെ തകർത്തിരിക്കുന്നത്. 2020 ലോകകപ്പിന് വേണ്ടിയുള്ള ക്വാളിഫയിങ് മത്സരത്തിലാണ് ഗാംബിയക്കെതിരെ സിംബാബ്വെ 344 എന്ന കൂറ്റൻ ടീം സ്കോർ നേടിയിരിക്കുന്നത്. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കുഴൂർ വിൽസനാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന സംഗതിക്കാണ് ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമനം ലഭിച്ചിരിക്കുന്നത് സഞ്ജീവ് ഖന്നയ്ക്കാണ്. ഡൽഹി ഹൈക്കോടതിയിലൊക്കെ മുൻ ജഡ്ജിയായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അതിൽ നിന്നാണ് ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത്. 51ാമത്. കേരള പുരസ്കാരം 2024 നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരത്തിന്റെ അതേ മാതൃകയിൽ കേരള സർക്കാർ 2021 സ്ഥാപിച്ച പുരസ്കാരമാണ് കേരള പുരസ്കാരം. 2022 മുതലാണ് പക്ഷേ പുരസ്കാരം നൽകി തുടങ്ങിയത്. കേരള ജ്യോതി പുരസ്കാരം, അതായത് പത്മവിഭൂഷന് സമാനമായ കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് സാഹിത്യകാരനായ MK സാനു. കേരള പ്രഭ പുരസ്കാരം, കേരള പ്രഭ എന്ന് പറഞ്ഞാൽ പത്മഭൂഷന് സമാനമായിട്ടുള്ള കേരള പ്രഭ പുരസ്കാരം നേടിയിരിക്കുന്നത് ISRO ചെയർമാനായ S സോമനാഥനും അതുപോലെ തന്നെ കൃഷി വിഭാഗത്തിൽ നിന്നും ഭുവനേശ്വരി. കേരള ശ്രീ പുരസ്കാരം, പത്മശ്രീക്ക് സമാനമായ കേരള ശ്രീ പുരസ്കാരം സ്റ്റേറ്റ് ലെവൽ സിവിലിയൻ അവാർഡാണ്. കേരള ശ്രീ കലാമണ്ഡലം വിമല മേനോൻ, കലയുമായി ബന്ധപ്പെട്ട്. TK ജയകുമാർ, ആരോഗ്യ മേഖല, അദ്ദേഹം ഡോക്ടറാണ്. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എഴുത്തുമായി ബന്ധപ്പെട്ട, അതായത് ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടാണ് കാലിഗ്രാഫി. സഞ്ജു സാംസൺ, ക്രിക്കറ്റ് താരം. ഷൈജ ബേബി, സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട ആശാ വർക്കറാണ്. VK മാത്യൂസ്, വ്യവസായ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് VK മാത്യൂസ്. ഇത്ര പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള കറണ്ട് അഫെയർ ക്ലാസ്സിനായിട്ട് കാത്തിരിക്കുക. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ എംഫേവർ കേരള PSC ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക. നന്ദി.